ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ആദ്യം തന്നെ ബിഗ് ബോസ് നെവിനെ മാറ്റി. അതായത് നെവിൻ ഒരു ഒരു താല്പര്യമില്ലാണ്ട് ഒരു ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് എടുത്ത പോലെ തോന്നി ബിഗ് ബോസിന്. അപ്പോൾ ബിഗ് ബോസ് അത് മാറ്റി. പിന്നെ ക്വാളിറ്റി കൺട്രോളിലും രണ്ട് പേരിൽ അനുമോളും ജിഷിലും ഏതെങ്കിലും ഒരാൾ അവർക്ക് മാറ്റാനുള്ള വോട്ടിംഗ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 7 വോട്ടായിട്ട് ജിഷിനാണ് ഔട്ടായത്. അനുമോളിന് 6 വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷിന് പകരം അവർ ചൂസ് ചെയ്തത് സാബു മാനെയും പിന്നെ നമ്മുടെ ഇന്നലെ മാംഗോ ജ്യൂസ് കമ്പനി എക്സ്ട്രാ കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഷാനവാസും ആര്യനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ ഗെയിം തുടങ്ങി. ഇന്നലെ ആക്ച്വലി ആദിലയുടെ മുടയോടെയാണ് തുടങ്ങിയത്. ആദില കണ്ടമാനം ഒരു ആവശ്യമില്ലാതെ കുറേ മുട കാണിക്കുന്നുണ്ട്. അതും അനീഷിനെതിരെ. അത് കുറേ ആയി. ഇതിപ്പോൾ ആദ്യം കളിക്ക് തുടങ്ങിയതാണ്, അത് കുറച്ച് ഫണ്ണായിട്ടൊക്കെ തോന്നി. പക്ഷേ പിന്നെ അതൊരു എന്തോ ഒരു അരോചകം പോലെ തോന്നി. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അത് ആദിലയുടെ ഗെയിമിനെ തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആദിലോടുള്ളൊരു പണ്ടത്തെ ഒരു താല്പര്യം ഇഷ്ടമൊക്കെ ഇപ്പോൾ കുറഞ്ഞു തോന്നുന്നു. കാരണം അത് ചുമ്മാതെ ഒരു ആവശ്യമില്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യണ പോലത്തൊക്കെ തോന്നി. അവിടെ ടാസ്ക് തുടങ്ങുമ്പോഴും ഇങ്ങനെ ചുമ്മാ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയി ഫുൾ അലമ്പാക്കി. പിന്നെ ഇന്നലത്തെ ടാസ്കും ആക്ച്വലി എല്ലാവരും സ്റ്റാർട്ടിങ് തൊട്ട് പറയണ പോലെ അവർ അലമ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് കളിക്കണമെന്നൊക്കെ തോന്നുന്നത്. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടും ഈ പ്രാവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരും ടാസ്ക് സീരിയസ് ആയിട്ട് കാണുന്നില്ല. ചുമ്മാ അവർക്ക് കിട്ടണില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട. കാരണം ഇത് ഇമ്മ്യൂണിറ്റിയുടെയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആക്ച്വലി ഇമ്മ്യൂണിറ്റി എല്ലാം കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ആരും അതിനുവേണ്ടി കണ്ടമാനം ശ്രമിക്കണമൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുക ഇത് തന്നെ. പിന്നെ ഇന്നലെ അനീഷിൻ്റെ വല്ലാത്തൊരു രൂപം കണ്ടു. അതായത് അനീഷ് എല്ലാം ദേഷ്യപ്പെട്ട് തട്ടി മാറ്റി. കാരണം അനീഷിൻ്റെ ബോട്ടിലിൽ ഒരു ചെറിയ മുടിനാര കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ക്വാളിറ്റി ഓഫീസർ ആര്യൻ്റെ 2 ബോട്ടിൽ അവർ സെലക്ട് ചെയ്തു, അപ്രൂവ്ഡ്. പക്ഷെ അത് എല്ലാവരും വന്ന് അനീഷാന്ന് തോന്നുന്നു വല്ല ഫുൾ അത് ക്രഷാക്കി വിട്ടു. അപ്പോൾ അത് ബിഗ് ബോസ് ചോദിച്ചു ഏതെങ്കിലും ബോട്ടിൽ സെലക്ട് ആക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് സെലക്ട് ആക്കി, ബിഗ് ബോസ് സെലക്ട് ആക്കി. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ബോട്ടിൽ സെലക്ട് ആക്കിയ ബോട്ടിൽ എവിടെ? അത് നശിപ്പിച്ചപ്പോൾ കാരണം ഈ ടാസ്ക് അവർ റദ്ദാക്കി. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ബിഗ് ബോസിലേക്ക് ഡിബേറ്റായിരുന്നു. ഡിബേറ്റിൽ 2 ടീമായിട്ട് തിരിഞ്ഞ് അവർക്ക് 3 ടോപ്പിക്സ് കൊടുത്തു. അതിൽ ടീം എ ആണ് ജയിച്ചത്, അക്ബറിൻ്റെ ടീം. അപ്പോൾ അവർക്ക് ജയിച്ചത് കാരണം ലക്ഷറി ബഡ്ജറ്റ് കിട്ടും. പക്ഷെ അതിനും ഒരു ടാസ്ക് ഉണ്ട്. അതായത് മറ്റേ നമ്മൾ ചൂണ്ട പിടിക്കണ പോലെ ആഹാര സാധനങ്ങൾ ഒരു ടാങ്കിൻ്റെ ഇതിൽ പിടിക്കുക. അപ്പോൾ അതിൽ അവരെ മോസ്റ്റ്ലി എല്ലാവരും നല്ല നല്ല ഭക്ഷണങ്ങളാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. മിനിങ്ങാനത്തെ എപ്പിസോഡിനെക്കാളും കുറച്ചൊരു ബെറ്റർ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡും തോന്നി. നാളത്തെ ടാസ്ക് ഇനി കാണാൻ നല്ല രസകരമാണെന്ന് തോന്നുന്നു.